ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ധ്യാനത്തിനായി ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഭൂമിയിൽ ധാരാളം നുണയന്മാരുണ്ട്. നമുക്കറിയാം, അനേകം നുണ പറയുന്നവരെ നമുക്ക് പരിചയം കാണുമായിരിക്കും. നമുക്കെതിരായി പലരും നുണ പറഞ്ഞിട്ടുണ്ട്. നുണ കേൾക്കുന്ന യജമാനന്മാരുണ്ട്, നുണ കേൾക്കുന്ന മാതാപിതാക്കളുണ്ട്, നുണ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. നുണയും കൊതിയും നുണയും ഒക്കെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും. നുണയൻ ഒരുപാട് വഴക്കുകൾ ഉണ്ടാകും. അറിയാത്ത നീതിമാന്റെ മേൽ അനേക നടപടികൾ എടുക്കുവാൻ നുണയന്റെ നുണ നിമിത്തം അനേക വഴികൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരുവചനത്തിൽ കൂടെ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ദൈവസന്നിധിയിൽ നുണയന്മാർക്ക് സ്ഥാനമില്ല. ദൈവം നുണ കേൾക്കുന്നില്ല. മനുഷ്യൻ ധാരാളം നുണ പറയും. എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം നുണ കൊണ്ട് അത് വളരെയധികം വൈഷമ്യത്തിലായി വേർപിരിയലിലേക്ക് അവരുടെ കുടുംബജീവിതം തകർന്നുപോയ ചരിത്രമുണ്ട്. നുണ കേൾക്കുന്നത് നിമിത്തം യജമാനന്മാർ നുണ കേൾക്കുന്നത് കൊണ്ട് എത്രയോ പേരുടെ ജോലി നഷ്ടമായിട്ടുണ്ട്. എത്രയോ ഭവനങ്ങളിൽ പട്ടിണിയായിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്കെല്ലാം ഒരു മങ്ങലേൽക്കുവാൻ നുണയന്മാരുടെ നുണ നിമിത്തം അതിനൊക്കെ വഴിതെളിച്ചിട്ടുണ്ട്. നുണ കേൾക്കുന്നത് നിമിത്തം എത്രയോ ദൈവവേലക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ വിശ്വാസികൾ അവരുടെ വിശ്വാസം തള്ളിക്കളയുവാൻ കാരണമായിട്ടുണ്ട്. നുണ നടത്തിപ്പുകാർ നുണ കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അനേക തുറകളിൽ നുണയന്മാരുടെ സ്വാധീനത നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ നുണയില്ലാത്ത ഒരു അന്തരീക്ഷം, ദൈവിക സാന്നിധ്യം മാത്രമേ ഉള്ളൂ. ദൈവം ആരുടെയും നുണ കേൾക്കുകയില്ല. ദൈവം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു തീർപ്പാക്കുകയുള്ളൂ. ദൈവം ഒരു കാര്യം, ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ ആ തെറ്റിൽ അവനെ ക്രൂശിച്ച് ഇല്ലാതാക്കിയല്ല, അവനെ രക്ഷപ്പെടുവാൻ ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറയുന്ന ഒരു വാചകമുണ്ട്: ഇനിയും എനിക്കാരും പ്രയാസമുണ്ടാക്കരുത്, കാരണം ഞാൻ ക്രിസ്തുവിന്റെ ചൂടുള്ള അടയാളം എന്റെ ശരീരത്തിന്മേൽ വഹിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഇരുമ്പ് കമ്പി കൊണ്ട് പഴിപ്പിച്ച് അടിമകളെ വ്രണപ്പെടുത്തുന്നത് പോലെ, അല്ലെങ്കിൽ ആ പഴിപ്പിച്ച കമ്പി വെച്ച് അവരുടെ ശരീരം അല്ലെങ്കിൽ ചുട്ട് അല്ലെങ്കിൽ വലിയ അടയാളങ്ങൾ അടിമകൾക്കുണ്ടാക്കുന്നത് പോലെ അക്കാലത്ത് ക്രിസ്തുയേശുവിന്റെ നാമത്തിലും അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെയുള്ളത് പരീക്ഷകളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ആ ചൂടടയാളം, ക്രിസ്തുവിന്റെ ചൂടടയാളം തന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ അനേക ഉപദ്രവങ്ങളെ ഒഴിഞ്ഞു പോകുവാൻ തനിക്കതൊരു ഉപകാരപ്രദമായി തീർന്നു എന്ന് പൗലോസ് അവിടെ വിവരിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അബ്രഹാമിനോട് ദൈവം സൊദോം ഗൊമോറയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ലോത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അബ്രഹാമിനോട് പറയാണ്, ഞാൻ അവിടെ ചെന്ന് നോക്കി, വ്യക്തിപരമായി നോക്കി, എന്റെ സന്നിധിയിൽ വന്നെത്തിയതായ നിലവിളി പോലെ കേവലം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി പരിശോധിച്ചിട്ട് മാത്രമേ നിന്റെ പൗത്രനായ ലോത്തിനെയും ആ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കുകയുള്ളൂ. അവർ പരമാർത്ഥികളെങ്കിൽ അവർക്ക് വേണ്ടി രക്ഷപ്പെടുവാൻ ഞാൻ ഒരു വഴി കാണിച്ചു കൊടുക്കും എന്ന് അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെയും അങ്ങനെയാണ്. ആദമും ഹവ്വയും ദൈവസന്നിധിയിൽ പാപം ചെയ്തുവെന്ന് അവിടെ ദൈവം നേരിട്ട് വന്ന് കാണുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് മനസ്സിലായി. അങ്ങനെയാണ് ദൈവം അവരോട് ചോദിക്കുവാനായി കടന്നു വന്നപ്പോൾ അവർ നഗ്നരായിരിക്കും ഈ സമയത്ത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി തോലുകൊണ്ടുണ്ടാക്കിയ ഒരു ഉടുപ്പുമായിട്ടാണ് ദൈവം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിന്റെ അർത്ഥം, ദൈവത്തിന് നേരത്തെ അറിവായി ഇവർ പാപം ചെയ്തു, ദൈവതേജസ് അവർക്ക് നഷ്ടമായി പോയി. എങ്കിലും അവരോട് വന്ന് ദൈവം നേരിട്ട് അന്വേഷിക്കുകയാണ്: ആദാമേ, നീ എവിടെയാണ്? നീ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? എന്നൊക്കെ ദൈവം ആ ആദമിനോടും തന്റെ ഭാര്യയായ ആ ഹവ്വയോടും നേരിട്ട് ദൈവം ചോദിച്ച് കാര്യങ്ങൾ, അവർക്ക് പറ്റിയതായ അബദ്ധത്തെക്കുറിച്ച്, അവർ ചെയ്തതായ കുറ്റത്തെക്കുറിച്ച് ദൈവം നേരിട്ട് കേട്ട്
അതിനുശേഷം അവർക്ക് ഉടുക്കുവാൻ, അവരുടെ നഗ്നതയെ മറയ്ക്കുവാൻ ദൈവം അവർക്കൊരു ഉടുപ്പ് ഉണ്ടാക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ആദമിന്റെ മകനായ കയീന്റെ ഭാഗത്തേക്കൊന്ന് വരാം. കയീൻ ഹാബേലിനെ കൊന്നു എന്ന് ദൈവത്തിന് അറിവായി. കാരണം കയീനോട് ദൈവം സംസാരിക്കുന്നു. അവന്റെ ഹാബേൽ, നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ നിലവിളി ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തിയിരിക്കുന്നു, ഞാനത് കേട്ടു. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി കയീൻ കൊലപാതകം ചെയ്തു എന്ന്. എങ്കിലും ദൈവം കയീനെ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ സ്നേഹിക്കിയാൽ നേരിട്ട് വന്ന് കയീനോട് ആ കാര്യം അവനോട് ചോദിച്ചറിയുന്നു. നേരിട്ട് ചോദിച്ചറിയുന്നു. കേട്ടുകഴിവിയാലല്ല, ദൂതന്മാരുടെ റിപ്പോർട്ടിലല്ല, അല്ലെങ്കിൽ ഇന്നാര് പറഞ്ഞത് കൊണ്ടല്ല, ഒരു മുന്നറിയിപ്പ് കൊണ്ടല്ല. ദൈവം നേരിട്ട് വന്ന കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം മനുഷ്യർ കണ്ടാൽ അവനെ കൊല്ലാതിരിക്കത്തക്കവണ്ണം അവന് ദൈവം ഒരു അടയാളം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഒരു ചൂടടയാളം അവന് കൊടുത്തു. മനുഷ്യരാൽ കൊല ചെയ്യപ്പെടാതിരിക്കേണ്ടതിന് ദൈവം കാണിച്ചു കൊടുക്കുന്നതായ സ്നേഹം, ദൈവം തരുന്നതായ ഊറ്റുന്നതായ മനുഷ്യന്റെ മേൽ വെച്ചിരിക്കുന്നതായ സ്നേഹം. നോക്കൂ, സ്വന്തം ഗൊമോറയെ ദൈവം നശിപ്പിക്കാൻ വേണ്ടി അബ്രഹാമിന്റെ അടുത്ത് വന്നപ്പോൾ അബ്രഹാമിനോട് സംസാരിച്ചതിന് ശേഷം അബ്രഹാമിനോട് ഒടുവിലായി പറയുകയാണ്, ഞാൻ നേരിട്ട് ചെന്ന് ഞാൻ കാണുന്നത് പോലെയും കേൾക്കുന്നത് പോലെയും ഞാൻ വിധിക്കുകയില്ല. ഞാൻ ചെന്ന് കണ്ടത് പരമാർത്ഥമെന്ന് കണ്ടാൽ മാത്രം ഞാൻ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ദൈവം കടന്നു ചെന്നു, സ്വന്തം ഗൊമോറയെ കണ്ടു. അത് മ്ലേച്ഛമാണെന്ന് കണ്ടു, കുറ്റകരമാണെന്ന് കണ്ടു. എങ്കിലും ആ ലോത്തിനും കുടുംബത്തിനും രക്ഷപ്പെടുവാൻ വേണ്ടി ആ കാണുന്ന പർവ്വതത്തിലേക്ക് നീ ഓടിപ്പോക എന്ന് അവരോട് കൽപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മെക്കുറിച്ച് മനുഷ്യർ ധാരാളം നുണ പറയും. നമ്മെ അപായപ്പെടുത്തുവാനും നമ്മെ ചതിക്കുവാനും ദുഃഖിക്കുവാനും അനേക കാര്യങ്ങൾ, നമ്മൾ ഇച്ഛിക്കാത്ത തിന്മകളിലേക്ക് നമ്മെ വഴി നടത്തുവാനും മനുഷ്യരുടെ നുണ വളരെയധികം ഈ ഭൂമിയിൽ ചരിക്കും. എങ്കിലും നീതിമാനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് വേണ്ടി ന്യായത്തിനായി എഴുന്നേൽക്കും എന്ന ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്കോട് സംസാരിക്കുക. നാം ദൈവഭക്തിയിലും ദൈവത്തിന്റെ നീതിയിലും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ദൈവം നമുക്കൊരു പർവ്വതത്തെ കാണിച്ചു തരും. തീർച്ചയായിട്ടും സൊദോമിനെയും ഗൊമോറയും ദൈവം നശിപ്പിക്കുമെങ്കിലും നമുക്ക് ഓടിപ്പോകുവാൻ ദൈവം ഒരു പർവ്വതം കാണിക്കും. എവിടെയാണ് ആ പർവ്വതം? ഗൊൽഗോഥാ മലയിൽ. ക്രിസ്തു സകലരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് നുണയന്മാരുടെയും ചതിയന്മാരുടെയും സകല നുണയും ചതിയും എല്ലാം ഏറ്റുകൊണ്ട്, സകല കുറ്റങ്ങളും ഏറ്റുകൊണ്ട് കർത്താവ് ഗൊൽഗോഥാ മലയിൽ നമുക്ക് വേണ്ടി സഹിച്ചതായ പാടുകൾ, ആ മലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് ദൈവം നമുക്കൊരു രക്ഷാ പർവ്വതം ഒരുക്കി കാണിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ദോഷകരമായിട്ടല്ല നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ളത്. നമ്മുടെ കുറ്റങ്ങൾ കുറവുകളും നാം കുറ്റക്കാരാണെങ്കിലും പാപികളാണെങ്കിലും അനേക ന്യായപരമായിട്ടുള്ളതായ ശിക്ഷയ്ക്ക് നാം അർഹരാണെങ്കിലും രക്ഷപ്പെടുവാൻ ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ നാം പ്രതിഷ്ഠിക്കുന്നുവെങ്കിൽ നമ്മുടെ മേൽ വച്ചിരിക്കുന്നതായ ചൂടടയാളത്തിന്റെ ആ മഹാത്മ്യത, ആ ശ്രേഷ്ഠത എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഞാൻ നേരിട്ട് ചെന്ന് കേവലം എന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നതായ നിലവിളികൾ, ആ ഭാവങ്ങൾ വാസ്തവമായി നടന്നിട്ടുണ്ടോ? നമ്മളെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കർത്താവ് ഒരു നടപടി നമ്മുടെ മേൽ സ്വീകരിക്കുകയുള്ളൂ. മനുഷ്യർ പറയുന്നതായ നുണകൾ ഈ ഭൂമിയിലെ മനുഷ്യരൊക്കെ വിശ്വസിക്കും, പക്ഷെങ്കിൽ ദൈവം വിശ്വസിക്കത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നുണയന്മാർക്ക് സ്ഥാനമില്ല, ചതിയന്മാർക്ക് സ്ഥാനമില്ല. ദൈവം സകലതും നേരിട്ട് നോക്കി പരിശോധിക്കുന്ന ഒരനുഭവം. ഈ ദൈവത്തിന്റെ സ്നേഹത്തെ കാണുവാൻ കർത്താവ് കാണിച്ചു തരുന്ന പർവ്വതത്തിലേക്ക് ഓടിപ്പോയി ജീവരക്ഷയ്ക്കായി അഭയം പ്രാപിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ്. പൗലോസിനോടൊപ്പം ചേർന്ന് നമുക്കൊരു വാക്ക് പറയാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇനിയും എനിക്കാരും പ്രയാസമുണ്ടാക്കരുത്, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു. ഈ ചൂടടയാളം നിന്റെ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യർക്കും നിന്നെ ഉപദ്രവിക്കുവാൻ, നിന്നെ കൊന്നുകളയുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ, ദൈവത്താൽ നിഷ്കർഷിക്കപ്പെട്ടതായ ചൂടടയാളമാണ്. ഈ ചൂടടയാളത്തിന്റെ കീഴിൽ ദൈവം നിന്നെ പരിപാലിക്കുമാറാകട്ടെ, സംരക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.